ലോകത്തിലെ സെമി കണ്ടക്ടേഴ്സിന്റെ എന്താ പറയുക 92% ഓഫ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പ് പ്രൊഡക്ഷൻ തൈവാനിലാണ് നടക്കുന്നത്. അത് 18% ഓഫ് ഗ്ലോബൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. സോ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു ഭൂമികുലുക്കം കൊണ്ട് ഈ കമ്പനികൾ, ഈ തൈവാനിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യം, നമ്മൾ കോവിഡിന് ശേഷമുള്ള വലിയൊരു ചിപ്പ് ഷോർട്ടേജ് അക്രോസ് വേൾഡ് ഫേസ് ചെയ്തതിന് ശേഷമാണ് ഈ അടുത്ത കാലത്തായിട്ട് ചിപ്പ് കറക്റ്റായിട്ട് കമ്പനികൾക്ക് അല്ലെങ്കിൽ വേൾഡിന് കിട്ടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തൈവാനിലെ കഴിഞ്ഞ ആഴ്ച 7.4 മാഗ്നിറ്റ്യൂഡിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. സോ കഴിഞ്ഞ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ടാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. സോ അത് ശരിക്കും പറഞ്ഞാൽ അക്രോസ് വേൾഡ്, തൈവാനിൽ എന്ത് സംഭവിച്ചാലും അക്രോസ് വേൾഡിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ചെറിയ ഡിലേ വന്നാൽ പോലും ലോകത്തിന്റെ മൂവ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ശരിക്കും. സോ അത് അറ്റ്ലീസ്റ്റ് ഫോർ ഒരു ഷോർട്ട് ടൈമിലെങ്കിലും ഒരു മേജർ സപ്ലൈ ചെയിൻ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. സോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എൻവിഡിയും ആപ്പിളും കണക്കുള്ള കമ്പനികൾ അവരുടെ ചിപ്പ് മാനുഫാക്ചറിങ് അവർക്ക് സപ്ലൈ ചെയ്യുന്ന ബേസിക്കലി TSMC എന്ന് പറയുന്ന കമ്പനിയാണ്, തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇവർക്ക് ബേസിക്കലി ചിപ്പ് സപ്ലൈ ചെയ്യുന്നത്. അവരുമായിട്ട് ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് 70% ഓഫ് പ്രൊഡക്ഷൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. എന്നിരുന്നാൽ പോലും ഒരു ടെമ്പററി ചിപ്പ് ഷോർട്ടേജ് അക്രോസ് വേൾഡ് വന്നാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. കാര്യം കമ്പനികളൊക്കെ റീ ഓർഡർ ആകാനായിട്ട് അതിൻ്റെ ആയിട്ടുള്ള സമയമെടുക്കും. തീർച്ചയായും ആ ചിപ്പ് ഷോർട്ടേജ് എല്ലാ ഇൻഡസ്ട്രിയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അക്രോസ് വേൾഡ് നമ്മൾ നോക്കാൻ നേരത്തെ. സോ അത് വലിയൊരു ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. എനിവേ നമുക്ക് ന്യൂസുകളെ ഫോളോ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട ചിപ്പ് ഷോർട്ടേജ് വന്നാൽ പല ഇൻഡസ്ട്രിയും സീരിയസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. അടുത്തത് നമ്മുടെ ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ ഈ തകർപ്പൻ ബമ്പർ സീസണിലേക്ക് പോകുന്ന ഏതാനും സെക്ടേഴ്സ് ആണ്. ബേസിക്കലി അതിനുള്ള 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, ചൂട് കൂടി വരുന്നു. അതിനോടൊപ്പം തന്നെ 4 മാസത്തെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ ആണ്. സോ ചില സെക്ടേഴ്സ് ബമ്പർ സീസൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സെക്ടറാണ് എയർ കണ്ടീഷൻ, അതുപോലെ തന്നെ ബിവറേജസ്, അതുപോലെ തന്നെ ഐസ്ക്രീം. 3 സെക്ടറിലും ഒരു ബമ്പൻ ഗ്രോത്ത് വരാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കും. നമ്മൾ എടുത്തു നോക്കിയാൽ ശരിക്കും വോൾട്ടാസ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ എടുത്തു നോക്കിയാൽ വോൾട്ടാസിന്റെ പെർഫോമൻസ് നോക്കിയാൽ വോൾട്ടാസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ 23-24 വന്നിരിക്കുന്നത്. കാര്യം വോൾട്ടാസ് 2 മില്യൺ ACs ആണ് ഈ 21-24 വിറ്റിരിക്കുന്നത്. ശരിക്കും അവരുടെ കമ്പനിയെ സംബന്ധിച്ച ഹയസ്റ്റ് ലെവൽ സെയിൽസ് ആണ് AC-യുടെ എനി ബ്രാൻഡ് അക്രോസ് ദി നേഷൻ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും. സോ ശരിക്കും പറഞ്ഞാൽ 35% ആണ് ഗ്രോത്ത്, സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്നത് വോൾട്ടാസിനെ ഓൺ ദി ബാക്ക് ഓഫ് കൺസിസ്റ്റന്റ് ഡിമാൻഡ് കൺസിസ്റ്റന്റ് ആണ്. എസ്പെഷ്യലി കൂളിംഗ് പ്രൊഡക്ട്സിനെ അക്രോസ് ദി ഇയർ കൺസിസ്റ്റന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബിവറേജസ് കമ്പനീസ്, അതുപോലെ തന്നെ ഐസ്ക്രീം ബേസ്ഡുള്ള കമ്പനീസിനൊക്കെ ഒരു ബമ്പർ ആയിട്ടുള്ള ഒരു ക്വാർട്ടറിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. നമ്മുടെ അടുത്ത ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെക്ടർ സ്ട്രോങ് US ഡേറ്റയുടെ ബേസിൽ ഈ സെക്ടർ മുന്നോട്ട് കുതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ സെക്ടർ ബേസിക്കലി ഫാർമ സെക്ടറാണ്. സോ US എന്നുള്ള ഡേറ്റ നമ്മൾ ലേറ്റസ്റ്റ് ഡേറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ പറയണ്ടേ, ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി US ബിസിനസിന്റെ ബാക്കപ്പ് വളരെ സ്ട്രോങ് ആയിട്ടൊരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത് 2023-24. സോ 24 9 months പെർഫോമൻസിലെ US സപ്പോർട്ട് US സെഗ്മെന്റ് ഗ്രൂ ബൈ 22% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത് മേജർ ഫാർമ കമ്പനീസിന്. അതിന്റെ മുമ്പിലത്തെ കൊല്ലമായിട്ട് നോക്കാൻ നേരത്തെ Y1 നോക്കാൻ നേരത്തെ 7% നിന്നാണ് 22% ഗ്രോത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് US ഇൻഫ്ലേഷൻ ഡൗൺ ആയി, രണ്ടാമത്തെ കാര്യം പ്രൈസിംഗ് പവർ കൂടാൻ തുടങ്ങി, മൂന്നാമത്തെ കാര്യം ഡിമാൻഡ് കൂടാൻ തുടങ്ങി. 3 കാര്യങ്ങളെ കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ വലിയൊരു കൺസേൺ എന്ന് വെച്ചാൽ റെഡ് സീ ട്രാൻസ്പോർട്ടേഷന്റെ ഇഷ്യൂ വളരെയേറെ കൂടിയിരിക്കുമാണ്. ലോജിസ്റ്റിക്സ് ഇഷ്യൂ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് റെഡ് സീ ഇഷ്യൂ കാരണം. അതുകൊണ്ട് തന്നെ ഇത്തവണ Q4 വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഏതെല്ലാം കമ്പനീസ് ആണ് ഈ ഒരു റെഡ് സീ ഇഷ്യൂവിനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കൂ എന്നുള്ളത് വലിയൊരു ഇൻഹറന്റ് ഒരു റിസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് ഫോർ ദി ടൈം ബീങ്. ബസിംഗ് സ്റ്റോക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്, ശ്രദ്ധിക്കണം. ബസിംഗ് സ്റ്റോക്കിനൊരു ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ, ജസ്റ്റ് ഞങ്ങൾ അറിയാൻ വേണ്ടി, അനലൈസ് ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി തരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് കമ്പനി നാൽക്കയാണ്, നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് ആണ്. സോ ഹയസ്റ്റ് വോളിയമാണ് ട്രേഡ് ചെയ്തത് ലാസ്റ്റ് ദിവസം. സംതിങ് അറൌണ്ട് 75 കോടിയോളം സ്റ്റോക്സ് ട്രേഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ വോളിയത്തിന്റെ ആ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതാണ് ഫസ്റ്റ് കമ്പനി. സെക്കൻഡ് കമ്പനി ഇൻഫീബീം അവന്യൂസ് ആണ് ശരിക്കും. സോ
8,91,00,000 സ്റ്റോക്സ് ആണ് ട്രേഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം. ഇൻഫീബിംഗ് അവന്യൂസിന്റെ ലാസ്റ്റ് വന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. സംതിങ് അറൌണ്ട് 100 കോടി സ്റ്റോക്സ് ആണ് കഴിഞ്ഞ ദിവസം ട്രേഡിംഗ് നടന്നത്. ശരി, ഈ 3 കമ്പനികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അതിന്റെ മൂവ്മെന്റ് പഠിക്കാൻ സാധിക്കും. അതിന്റെ എന്താ പറയണ്ടേ പ്രൈസ് വോളിയം അനാലിസിസ് പഠിക്കാൻ സാധിക്കും. ഇതൊക്കെ പഠനത്തിന്റെ പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവൂ.